ഒരിക്കൽ പോലും ആഹാര സാധനം ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, കുഞ്ഞിലെയൊക്കെ ഞാൻ ആഹാരം അങ്ങനെ കഴിക്കത്തില്ല, കരയും ഫുഡിന് മുന്നിൽ ഇരുന്ന്. അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറയുമായിരുന്നു, നീ എപ്പോഴും ഫുഡിന് മുന്നിൽ ഇരുന്ന് കരയുമായിരുന്നു, അത് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിൽ എപ്പോഴോ ടച്ചായിട്ട് ഞാൻ പിന്നെ തൊട്ടിട്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം തൊട്ടിട്ട് ഞാൻ ഫുഡ് ഒരിക്കൽ പോലും വേസ്റ്റ് ചെയ്യാറില്ല. എന്ത് ഫുഡ് മേടിച്ച് വെച്ചിരുന്നാൽ പോലും അത് നമുക്ക് കഴിക്കുന്നതിന് ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഒരിക്കൽ പോലും ഈ എക്സ്പയർ ആയിട്ട് സാധനം എടുത്ത് കളയുന്ന ഒരു മനുഷ്യർക്ക് കൊടുക്കാതെ എടുത്ത് കളയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. ഈ ഫുഡ് കഴിക്കാതെ അത് ജാടയിൽ മേടിച്ചിട്ട് പിന്നെ കളയുന്നവരെ കാണുന്നത് എനിക്ക് ഭയങ്കര ഗർവമാണ്. ഫുഡ് വേസ്റ്റ് ചെയ്യാനേ പാടില്ല. പറ്റുമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രം കഴിക്കുക. കാരണം ഫുഡ് കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇല്ലെങ്കിൽ പോലും ദൂരത്തിലാണെങ്കിൽ പോലും നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ബ്രൗൺ ബ്രെഡ് ഇരിപ്പുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അധികം ഗോതമ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് കൂടെ കൊടുക്കും. അമ്മയ്ക്ക് കൊടുക്കാതെ നമ്മൾ കഴിക്കില്ല. അപ്പം ബദ്രിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് എന്നൊക്കെ ആണെങ്കിൽ പറയാം. കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു, തക്കാളിയും പിന്നെ സവാളയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുത്തു. പിന്നെ ഒരുപാട് കലാവിരുതുകൾ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ആദ്യം മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ മണ്ടേ സെറ്റിങ്സൊക്കെ ചെയ്തിട്ട് പിന്നെ ബ്രെഡ് എവിടെ വെക്കണം, അതിന് അടിയിൽ ഉറം വെക്കണമല്ലോ എന്നൊക്കെ ഓർത്തപ്പോഴത്തേക്ക് വിശപ്പെന്നെ മാടി വിളിച്ചതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ റെഡിയാക്കി ബദ്രിക്കുട്ടൻ അങ്ങ് കൊടുത്തു. അവന് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെഡ് വെച്ചു, അതിൻ്റെ ആദ്യം മുട്ട പൊട്ടിച്ച് വെച്ചു, പിന്നെ ബ്രെഡ് വെച്ചു, പിന്നെ വെജിറ്റബിൾസ് വെച്ചു, പിന്നെ വീണ്ടും മുട്ട അതിൻ്റെ മണ്ടയിൽ ഒഴിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ചു. ഒരു കാര്യം പറയാമല്ലോ, ഞങ്ങളിവിടെ മയണൈസോ സോസുകളോ ഒന്നും മേടിച്ച് വെക്കാറില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചക്കറി ഒന്ന് ചെറുതായിട്ട് വാടുകയും കൂടെ ചെയ്തായിരുന്നേ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവ സമയത്ത് എടുത്ത വീഡിയോ ആയത് കേട്ടോ. അപ്പോൾ അമ്മ ബദ്രിക്കുട്ടനെ വന്നപ്പോൾ ബലൂണൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ വൈകിട്ട് നമ്മുടെ നാടൻ ഊണ്, അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും എനിക്കിഷ്ടമാണ്. മീനില്ലെങ്കിലും വെജിറ്റബിൾസ് കൂട്ടിയുള്ള ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.